നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് തേങ്ങ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടി എടുത്ത പച്ചക്കറികളാണിത്. 4 മുരിങ്ങക്കായ്, 4-5 വെണ്ടക്ക, 3 വലിയ ഉള്ളി, 2 തക്കാളി, 1 ക്യാരറ്റ് ചുവന്ന കളറിൻ്റെയാണ് കിട്ടിയത്. പിന്നെ 1 ചേമ്പ്, 1 കഷ്ണം ചുരക്ക, 2 വഴുതനങ്ങ, 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. और हिंदी वाला देखते तो कुछ जानकारी चाहिए तो हिंदी मराठी में दे सकती है. ഇതെല്ലാം കഴുകി കട്ട് ചെയ്യുക. പച്ചമുളകും പിന്നെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കഴുകി കുക്കറിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ 1 ബൗൾ തോരപ്പരിപ്പ്, പകുതി ബൗളിന് മസൂർ പരിപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ കഴുകി കുക്കറിലിട്ട് പരിപ്പും കുക്കറിലിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർത്തത് 1 സ്പൂണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്ത് 2 വിസിൽ വരുത്താം. പിന്നെ കഷ്ണങ്ങൾ കഴിക്കാൻ മടിയുള്ള കൂട്ടരെല്ലാം കഴിച്ചോളും കുക്കറിൽ വെച്ചാൽ. മുരിങ്ങക്കായ് ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പകുതി വെന്ത് വന്ന് അപ്പോൾ തക്കാളിയും പച്ചമുളകും വെണ്ടക്കും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേകട്ടെ, അടച്ച് വെച്ച്. ഇനി അടുപ്പത്ത് ഒരു കടായി വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചത് 1/2 മുറി തേങ്ങ ചിരവിത് ചേർത്ത് കൊടുക്കുക. ഇട്ട് കൊടുക്കുക. 10 ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ വെളുത്തുള്ളി അരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വാടി വന്ന് 1/2 ടീസ്പൂൺ തോരപ്പരിപ്പ് ചേർത്ത് 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മസാലയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ ടേബിൾ സ്പൂണിന് 1 സ്പൂണ് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് മസാല മൂത്ത് വന്ന് ഇനി തണുക്കുമ്പോൾ അരച്ചെടുക്കണം. കുക്കർ തുറക്കുക. കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച തക്കാളിയും മുരിങ്ങക്കായിൽ ഇട്ട് കൊടുത്ത് പിന്നെ ഇത് വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിക്ക് വലിയ പുളിയില്ല, കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരുപാട് കുഴഞ്ഞു പോകും. അധികം ഇളക്കി കൊടുക്കുന്നില്ല. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അരച്ചെടുക്കുക. ജാറിലിട്ട് കൊടുത്ത് മസാല അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒന്ന് കറക്കി കഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്, വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ ഓയിൽ തന്നെയാണെങ്കിലും നല്ലതാണ്. നല്ല കളർ കിട്ടും സാമ്പാറിന്. പിന്നെ അധികം ഓയിൽ കഴിക്കാൻ പാടില്ലല്ലോ. അടപ്പ് തുറന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുക. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഇത്ര മതി. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ. നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞ് ഇനി കടുക് വറുക്കാം. ചട്ടിയിൽ
ഒരു ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ കടുക് കൂട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊടിച്ചതും കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് വറവ് റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. റെഡിമെയ്ഡ് മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല മണം വരുന്ന സാമ്പാറിന് നല്ല സൂപ്പർ സാമ്പാറാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്